എൻ്റെ ഒപ്പമിരിക്കുന്ന ചേച്ചിക്ക് ഒരു വൃക്കയില്ല. ഡോക്ടർമാർക്ക് ഇതറിയാം. ഡോക്ടർമാർക്കറിയാം. ലക്ഷോർ ഹോസ്പിറ്റൽ, ലക്ഷോർ മാത്രമല്ല, കേരളത്തിലെ നിരവധിയായ സ്വകാര്യ ആശുപത്രികളിൽ കൃത്യമായി ഈ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. നമസ്കാരം. എൻ്റെ ഒപ്പമിരിക്കുന്ന ചേച്ചിക്ക് ഒരു വൃക്കയില്ല. ചേച്ചിയുടെ പേരോ മുഖമോ കൃത്യമായി നിങ്ങളെ കാണിക്കുന്നതിലും അറിയിക്കുന്നതിലും ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു കാലത്ത് എറണാകുളത്തെ ഏറ്റവും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയായിരുന്നു ചേച്ചിയുടെ ഭർത്താവും ചേച്ചിയും കുടുംബവുമൊക്കെ. ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. പൂജയും കാര്യങ്ങളുമൊക്കെയായി ഒരു നല്ല കുടുംബിനിയായി ഭർത്താവിനെ ബിസിനസ്സിൽ ഒപ്പം സഹായിച്ച് ദാനധർമ്മങ്ങളൊക്കെ നടത്തി സ്വന്തം വാഹനത്തിലൊക്കെ സഞ്ചരിച്ച് വലിയ വീടിൽ താമസിച്ചിരുന്ന കോടീശ്വരി. ബിസിനസ്സിൻ്റെ വലിയ തകർച്ചയിൽ ഭർത്താവ് മദ്യത്തിന് അടിമപ്പെട്ടു. ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. ജീവിതം ഗതികെട്ടു. 2 മക്കളെയും കൊണ്ട് ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ചെറുകൂരകളിൽ രാത്രി കഴിച്ചുകൂട്ടി. ആ നാട്ടിൽ നിന്നും എല്ലാം വിറ്റുപിറക്കി, എറണാകുളത്ത് നിന്നും എല്ലാം വിറ്റുപിറക്കി. അതൊക്കെ കൊടുത്ത് പരമാവധി കടങ്ങൾ തീർത്തു. ആത്മാഭിമാനം. പിന്നെയും അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ആലപ്പുഴയിലേക്ക് ഒരു ചെറിയ വീട്ടിലേക്ക് ഒരു മാറ്റം, ഒരു വാടക വീടാണ്. അവിടെയാണ് വീണ്ടും ചില പൈസ കൊടുക്കാനുള്ളവർ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചപ്പോൾ സ്വന്തം വൃക്ക നൽകി താൽക്കാലിക ആശ്വാസം നേടാം എന്ന് കരുതിയത്. പക്ഷേ അതൊരു വലിയ ചതിക്കുഴിയായിരുന്നു. വൃക്ക കച്ചവടത്തിൻ്റെ ഇന്ന് കേരളത്തെ ഇന്ത്യയെ ഞെട്ടിക്കുന്ന വൃക്ക മാഫിയയുടെ ഒരു ഇരയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പാവം ബ്രാഹ്മണ സ്ത്രീ. 1 രൂപ പോലും അവർക്ക് വൃക്ക കൊടുത്തതിനോടനുബന്ധിച്ച് കിട്ടിയിട്ടില്ല. അങ്ങനെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ചതിയിൽപ്പെട്ട ചേച്ചി. കഥകൾ സത്യം ഓരോന്നോരോന്ന് പറയുമ്പോൾ അവർ വല്ലാതെ വീങ്ങിക്കരയുന്നുണ്ടായിരുന്നു. എനിക്കും അത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഇത് 100% സത്യസന്ധമായി അധികാരികളുടെയും പൊതുജനങ്ങളുടെയും മുൻപിൽ എത്തിക്കണമെന്ന് ചാനൽ 91-ന് നിർബന്ധമുണ്ട്. ഇത് അവസാനം വരെ നിങ്ങൾ കാണണം, കേൾക്കണം. ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ആത്മാർത്ഥമായും സത്യമാണെന്ന് നിങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഇത് എന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഈ കടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വന്തം വൃക്ക നൽകിയാൽ കുറച്ച് പൈസ കിട്ടുമെന്ന് എങ്ങനെയാണത് കണ്ടെത്തിയത്? എവിടെ നിന്നായിരുന്നു അങ്ങനെ ഒരു ഇൻഫർമേഷൻ? ഞങ്ങൾ പത്രത്തിൽ നിന്ന് കണ്ടതാ, പത്രത്തിൽ പരസ്യം കണ്ടതാ. അപ്പം എൻ്റെ വിചാരം വൃക്ക വേണ്ടവരായിരിക്കും നേരിട്ട് പത്രത്തിൽ ഇടുന്നതെന്ന്. നമ്മൾ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ, അപ്പം അതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു. ആ നമ്പറിലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു മെഡിക്കൽ ട്രസ്റ്റിൽ വരാൻ പറഞ്ഞു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നിട്ട് ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു. മെഡിക്കൽ ട്രസ്റ്റിന്റെ വാതിൽക്ക് നിന്നുകൊണ്ട് ഈ നമ്പറിൽ വിളിച്ചപ്പം 2-3 പേര് വന്നു, ആണുങ്ങൾ വന്നിട്ട് എൻ്റെ അടുക്ക സ്ഥലം ഇവിടെ എന്താ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവര് അന്നേരം എനിക്ക് ഒരു 600 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. അപ്പം തന്നെ ഒരു 600 രൂപ വെച്ച് തന്നു. അപ്പം പിന്നെ അവര് ഈ ചേച്ചിന് 5 പൈസ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം. 5 പൈസ. അപ്പൊ 600 രൂപ 60,000 രൂപയുടെ വിലയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 600 രൂപ അവര് ഒന്നും അറിയാതെ ഈ 600 രൂപ തന്നപ്പോഴത്തേക്ക് ആ തന്ന ആൾക്കാരെ നമ്മൾ വഞ്ചിക്കാൻ പാടുണ്ടോ? ആ ഒരു ഇതിലാണ് പിന്നെ അവര് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും. ഫോണിൽ എനിക്ക് ഫോൺ ഇല്ലായിരുന്നു അന്നേരത്തെ ദിവസം. അപ്പൊ പറയും ഈ നമ്പർ അറിയാമല്ലോ ചേച്ചി, ഒരു കാര്യം അടുത്ത ആഴ്ച ഒന്ന് വിളിക്കേ. അപ്പൊ എനിക്ക് ഫോണൊന്നും ഇല്ല. അങ്ങനെ വിളിച്ച്
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു 10,000 രൂപ തരും, ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ അഡ്വാൻസ്. അപ്പൊ ഈ താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ. എല്ലാം ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ആ സമയത്ത്, അതായത് ഈ കുട്ടികളെ കൊണ്ട് പോകാൻ ഇടവില്ല. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പത്രം കിട്ടിയപ്പോഴത്തേക്ക് ആരോ വായിച്ചിട്ട് വെച്ച പത്രമാണ്. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തപ്പോ ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വിളിച്ച് ചോദിച്ചതാ. അന്നേരം പിന്നെ അപ്പൊ ഞാൻ എനിക്കൊരു 10,000 രൂപ തരുവാണ് വീട് എടുക്കാനാണ്. അപ്പം അയാള് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞു തന്നു. അതും മെഡിക്കൽ ഡ്രസ്സിന്റെ വാതിക്ക് വെച്ച് തന്നെയാണ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഫോണൊന്നുമില്ല, നിങ്ങൾ നിങ്ങൾ വിളിക്കുമ്പോ എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല, ഫോണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങേര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ചേച്ചി, 1000 രൂപയ്ക്ക് ഒരു ഫോൺ മേടിക്കേ, എന്നിട്ട് ബാക്കിയുള്ള പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് താമസിക്കും, അപ്പം പിന്നെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാമായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ ആദ്യം അവർ 10,000 പിന്നെ 600 രൂപയിൽ നിന്ന് നിങ്ങൾ അവരുടെ മോഹ വലയത്തിലായി. അതായത് നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ഈ വൃക്ക മാഫിയയുടെ ഒരു വ്യാപനം. അങ്ങനെ ചേച്ചി ഈ പൈസ മേടിക്കുന്നു അല്ലേ, പിന്നെ വൃക്ക നൽകാം, എത്ര രൂപ വേണമെന്ന് ചേച്ചി പറഞ്ഞോ അതോ അവർ പറഞ്ഞോ? അല്ല, അവര് പറഞ്ഞു. ഞാൻ ചേച്ചി എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞു ചേച്ചിക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ തരാം. അപ്പം നമുക്ക് 10 ലക്ഷം 2010 10 ലക്ഷം ആ സമയത്ത് 10 കോടിയുടെ വിലയാണ്. കാരണം റെയിൽവേ ചുറ്റും കടക്കാരാണ്, കയറി കിടക്കാൻ പോലും സ്ഥലമില്ല. അന്നേരം അപ്പൊ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞു. അത് വലിയ. അപ്പൊ ചേച്ചി അത് പോരാ, ഒരു 5 ലക്ഷം രൂപ വേണമെന്ന് പറയാനുള്ള അന്നേരം ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞു. ഇവര് പറയുന്ന വാക്കില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് എത്ര രൂപ ഇതിന് കിട്ടും എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ വിളിച്ച് ചോദിച്ച് അങ്ങനെ. അതായത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഗതികെട്ട അവസ്ഥയിൽ അല്ലേ. ശരി, പിന്നെന്താണ് സംഭവിച്ചത്? അങ്ങനെയാണ് 10 ലക്ഷം പറഞ്ഞത്. 10 ലക്ഷം പറഞ്ഞ് പിന്നെ ഇയാൾ മിക്കവാറും വിളിക്കുന്ന ഓരോ ടെസ്റ്റിങ്ങിനായിട്ട് വിളിക്കുന്നതാ. അതെല്ലാം ചേച്ചി പോയി ചെയ്യും. എല്ലാം ചെയ്യും. അതിന്റെ പൈസയൊക്കെ ആര് കൊടുക്കും? അതിന്റെ പൈസയൊക്കെ അയാൾ തന്നെ കൊടുക്കും. നമ്മളല്ല കൊടുക്കുന്നത്. ഏത് ഹോസ്പിറ്റലാണ് ഈ ടെസ്റ്റുകൾ നടക്കുന്നത്? ടെസ്റ്റുകൾ മെഡിക്കൽ ട്രസ്റ്റിൽ നടന്നിട്ടുണ്ട്, ലേക്ക് ഷോറിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് ഓപ്പറേഷൻ സജ്ജമായി, ചേച്ചി ആരോഗ്യമെല്ലാം ഓക്കെയാണ്. ഓക്കെ. അപ്പം കുറച്ച് നാള് പിന്നെ അപ്പൊ ഈ 10,000 രൂപ തരുന്നതിന് മുമ്പായിട്ട് ഞങ്ങള് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്, ARH പറഞ്ഞൊരു ഹോട്ടൽ. ARH എന്നാന്ന് തോന്നുന്നു, 3 ഇംഗ്ലീഷ് വാക്ക്. ആ ഹോട്ടലിലാണ് താമസിപ്പിക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസത്തെ ടെസ്റ്റിങ്ങിനായിട്ട് താമസിപ്പിക്കുക. അങ്ങനെ താമസിപ്പിച്ച് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് വിടും. അങ്ങനെ ഓരോ പ്രാവശ്യം വരും, എന്നോട് പറയും രാവിലെ വെള്ളം പോലും കുടിക്കരുത്, ഇവിടെ വരണം എന്നൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം ഈ ചേച്ചി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരും കൂടെ തുടക്കത്തിൽ തന്നെ പറയാം. എന്തായിരുന്നു അയാളുടെ പേര് അജി. ഏത് നാട്ടുകാരനാണ്? അയാള് പിന്നെ തൊടുപുഴക്കാരനാ, മൂവാറ്റുപുഴയിലെങ്ങാണ്ട് അങ്ങനെ താമസിക്കുന്നത്. അതെനിക്ക് അതാണ് ഈ വൃക്ക കച്ചവടം അല്ലെങ്കിൽ ഈ മാഫിയ തലവന്റെ പേര്. സസുഖം വാഴുകയാണ് കേരളത്തിൽ. ഇതുപോലുള്ള പാവം സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ പറ്റിച്ച് അവയവമെടുത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് കച്ചവടമാക്കി കോടിപ്രഭുവായി ഒരു നിയമ തടസ്സവുമില്ലാതെ സസുഖം വാഴുന്നു. അജി ഇത് കാണണം. ഇനി അധിക കാലം ഒരിക്കലും അജിക്ക് ഇങ്ങനെ സ്വതന്ത്രമായി പുറത്ത് കറങ്ങി നടക്കാൻ കഴിയില്ല. ഈ ലക്ഷറി ജീവിതം അവസാനിപ്പിച്ച് ജയിലിനുള്ളിലേക്ക് പോകുവാൻ തയ്യാറായിക്കൊള്ളൂ. കാരണം ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ നീതി നടപ്പാക്കുവാനുള്ള ചങ്കൂറ്റമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ഈ നിയമവും നീതിയും ഉത്തരവിടുവാൻ പോരുന്ന ധൈര്യമുള്ള ഭരണാധികാരികളുണ്ട്, കോടതിയുണ്ട്. ഇതൊക്കെയും നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. പിന്നെ എന്താണ് ചേച്ചി സംഭവിച്ചത്? പിന്നെ അപ്പം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഹെൽത്ത് ഓക്കെയാണ്. ചേച്ചിയുടെ ഒരു നല്ല ചെറുപ്പകാലമാണ് അല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും നടത്തി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ പ്രാവശ്യത്തിനായിട്ട് ഇങ്ങനെ വിളിക്കും, ഓരോ ടെസ്റ്റിങ്ങിനായിട്ട് വിളിച്ചപ്പം ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ കൊടുത്ത ആള് തിരുവല്ലയിലുള്ള ഒരാൾക്കാണ് കൊടുക്കാമെന്ന് അവര് പ്രോമിസ് ചെയ്തത്. അതെ. അപ്പം ഇതേപോലെ ഒരാൾക്ക് വേണം, ചേച്ചി ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം
ഞാൻ കൊടുത്തു. ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു തിരുവല്ലയിലുള്ള ഒരാൾക്കാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം പറഞ്ഞു ചേച്ചിയുടെ പേര് ഞാൻ മാറ്റുക എന്ന് പറഞ്ഞു. പേര് മാറ്റി. അപ്പം അത് വൃക്ക വേണ്ട രോഗിയുടെ പെങ്ങടെ പേരാക്കി എൻ്റെ പേര്. വൃക്ക. അപ്പോഴും ചേച്ചി ഈ ചതി മനസ്സിലാക്കുന്നില്ല. അപ്പൊ പറഞ്ഞു. അല്ല, അതിന് മുന്നേ ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റൊരു സമുദായത്തിലുള്ളവർക്ക് ഇത് ആദ്യം നൽകാമെന്ന് പറഞ്ഞു. അത് തൊട്ട് ചതിയുടെ ഒരു രണ്ടാം ഘട്ടം. ആദ്യമേ എനിക്ക് മെഡിക്കൽ ഡ്രസ്സിൽ നിന്നാണ് വന്നത്. മെഡിക്കൽ ഡ്രസ്സിലാണ്. ആ പുള്ളി വയനാട് വൈത്തിരിയിലുള്ളത്, ഒരു മുസ്ലിമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അന്നും ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ മെഡിക്കൽ ഡ്രസ്സിൽ തന്നെ നടത്തുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളെ തലേന്റെ തലേ ദിവസം റൂമിൽ താമസിപ്പിക്കും, മെഡിക്കൽ ഡ്രസ്സിൽ തന്നെ റൂമിൽ. അപ്പൊ രോഗിയും ഞാനും എല്ലാം ആ റൂമിലുണ്ട്, രോഗിയുടെ ഭാര്യ എല്ലാം ഉണ്ട്. അപ്പം ഈ രോഗിയുടെ ഭാര്യ അല്ല, അതിന് മുന്നേ തലേ തട്ടമെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം അതൊക്കെ തിരിച്ചറിയ കാർഡിൽ വേണ്ടതാ. കാരണം അങ്ങനെ ഇത് സത്യത്തിൽ എനിക്ക് ഇത് എത്ര നടുക്കുന്ന കാര്യങ്ങളാണ്. തിരിച്ചറിയൽ കാർഡിന് വേണ്ടി ഞാനൊരു ജാതിയും സമുദായം ഒന്നും പറയുന്നതല്ലേ, ചാനൽ 91 അങ്ങനെ ഒരു വിഷയങ്ങളും കൈകാര്യം ചെയ്യാറുമില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ തലയിൽ തട്ടമിട്ട് അവരെ പേര് മാറ്റി ഇസ്ലാമാക്കി ഫോട്ടോ എടുത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു. ഓർക്കണം. പിന്നെ എന്ത് സംഭവം? അപ്പം ആ പുള്ളിയുടെ ഭാര്യ എന്നുള്ള രീതിയിലാണ് എന്റെ തലയെ തട്ടമിട്ട് ഫോട്ടോ എടുത്തത്. അപ്പൊ ആ പുള്ളിയുടെ ഭാര്യ വേറെ ഉണ്ട്. അന്നേരം ഓപ്പറേഷന്റെ തലേ ദിവസം ഇങ്ങനെ റൂമിൽ താമസിച്ചപ്പോ ഈ പുള്ളിയുടെ ഭാര്യ അവിടെ നേഴ്സുമാരുടെ ഒക്കെ പറഞ്ഞു, അതെ എന്റെ ഇക്കാടെ ഓപ്പറേഷൻ അല്ലേ ഞാനാ കൊടുക്കുന്നതെന്ന് എല്ലാരും പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഞാനല്ല ഒരു ബ്രാഹ്മണ സ്ത്രീയാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് നേഴ്സുമാരൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അതവിടെ ഭയങ്കര ചർച്ചയായി. അപ്പൊ അവിടുത്തെ മെയിൻ ആൾക്കാരെങ്ങാണ്ടോ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായപ്പം ഞാനിത് അറിയുന്നില്ല. ആ സെക്കൻഡ് അജി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ നിന്ന് എളുപ്പം ഇങ്ങോട്ട് താഴോട്ട് വന്നേക്കാൻ പറഞ്ഞു, ഇനി അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ പഴയ മെഡിക്കൽ ഡ്രസ്സിൽ നിന്ന് പുതിയതിന്റെ ആ വാതിക്കൽ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്നോളാൻ പറഞ്ഞു, സോഫയിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വൃക്ക നൽകുന്നത് ഹിന്ദു സ്ത്രീ, അത് സ്വീകരിക്കുന്നത് ഒരു ഇസ്ലാം ജാതിയിൽപ്പെട്ടയാൾ. ഈ മനുഷ്യരുടെ എല്ലാ വൃക്കകളും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ പറയുന്നത് സെയിം ആണെന്നാണ്. ഇസ്ലാമിന് വേറെ വൃക്ക, ഹൈന്ദവന് വേറെ വൃക്ക, ക്രൈസ്തവന് വേറെ വൃക്ക എന്നൊന്നുമില്ല. പക്ഷേ ഒരു ഹൈന്ദവ സ്ത്രീയിൽ നിന്നും വൃക്ക സ്വീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പിന്നെ എന്ത് അവിടെ നിന്ന് ചേച്ചി അവിടെ നിന്ന് അപ്പൊ പിന്നെ എന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇനി അയാൾക്ക് വേണ്ട അത് ഇച്ചിരി പ്രശ്നമായപ്പോഴേക്കും അങ്ങേർക്ക് വേണ്ട. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ എന്ത് ചെയ്യണോന്നും അറിയത്തില്ല. ചാൻസ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അങ്ങേര് വിളിക്കുന്നത്, ഇതേപോലെ ഒരാൾക്ക് വേണം ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം അങ്ങേരുടെ കാരണം അങ്ങേരുടെ ഞാൻ അങ്ങേര് തന്ന പൈസക്ക് ഞാൻ താമസിക്കുന്നേ, വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നത്. അപ്പൊ അയാൾ വിളിക്കുമ്പോ എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മള് സത്യസന്ധത കാണിക്കും. അപ്പൊ അങ്ങേര് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയധികം ചതിക്കപ്പെട്ടിട്ട് എത്ര നിഷ്കളങ്കമായാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. അങ്ങനെ ജീവിതത്തെ പറ്റിയൊരു അബദ്ധം കൂടാണത് അല്ലേ? നമ്മളിങ്ങനെ സത്യസന്ധതയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകും. കാരണം അയാള് തന്ന പൈസക്ക് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ വിളിക്കും. നമ്മൾ പോകേണ്ട നമ്മുടെ കടമയല്ലേ. നമ്മള് അയാളെ ചേച്ചിക്ക് മറ്റ് വരുമാനങ്ങൾ അതായത് കുടുംബത്തിലേക്ക് ഒന്നുമില്ല. ഭർത്താവ് ഈ ഒരു ബിസിനസ്സിന് തകർച്ചയിൽ മാനസികമായ വിഷമം വന്ന് പിന്നെ ആൽക്കഹോളിക്കായി, കുട്ടികൾ പഠിക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥ. പിന്നീട് അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇയാൾ വിളിക്കുമ്പോഴൊക്കെ പോകും. അങ്ങനെയാണ് തിരുവല്ലയിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ പേരല്ല അയാളുടെ പെങ്ങള് കൊടുക്കുന്നതായിട്ട് എല്ലാം ഞാൻ രേഖകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് റേഷൻ കാർഡില്ല, തിരിച്ചറിയ കാർഡില്ല, ഒന്നുമില്ല. അപ്പം പറഞ്ഞു അത് സാരമില്ല, അത് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി തന്നു. റേഷൻ കാർഡ്, തിരിച്ചറിയ കാർഡ് എല്ലാം അങ്ങനെ ഉണ്ടാക്കി. റേഷൻ കാർഡ് ഏത് അഡ്രസ്സിലാണ് ഉണ്ടാക്കി തന്നത്? അത്
പുള്ളിയുടെ ഈ വൃക്ക മേടിക്കുന്ന ആളുടെ സഹോദരിയുടെ പേര്, അങ്ങനെ സഹോദരി ഉണ്ടോ? സഹോദരിയുണ്ട്. സഹോദരിയുടെ ഭർത്താവ് വലിയ ഒരു ഓഫീസറാണ്. അത് ശരി. മനസ്സിലാക്കണം, ഈ വൃക്ക മാഫിയയുടെ മറ്റൊരു ഒരു തരികിട അല്ലെങ്കിൽ നിയമത്തെ എങ്ങനെയാണ് ഇവരുടെ രീതിയിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത്. ഉള്ള റേഷൻ കാർഡിൽ വീണ്ടും റേഷൻ കാർഡ് ഉണ്ടാക്കുക. പിന്നീട് അപ്പം ഇത് നമ്മൾ ആശുപത്രി വരുമ്പോഴത്തേക്ക് അതെന്റെ കയ്യിൽ തരും. ആ സമയം മാത്രമേ തരൂ. ഇയാള് ആ വഴിയിൽ കാറി കിടക്കും. അപ്പൊ ഇങ്ങേർക്ക് ഒരുപാട് അസിസ്റ്റന്റുമാരുണ്ട്. വലിയ സംഘമാണ്. ആരൊക്കെയാണ് അവരെ വേറെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവരുടെ എല്ലാം വൃക്ക ഒന്നേ ഉള്ളൂ. അവരെല്ലാം ഈ കൊടുത്തിട്ട് നടക്കുന്നവരാ. ഇയാൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഇങ്ങനെ വന്ന് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവർക്ക് വേറെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇയാള് സംഘത്തിലോട്ടാക്കുക. അപ്പം വൃക്ക ഇതിന്റെ മാഫിയ തലവന് മാത്രമാണ് 2 വൃക്ക. കൂട്ടത്തിലുള്ളവർക്ക് ആർക്കും വേറെ ഒരൊറ്റ വൃക്കയേ ഉള്ളൂ. ഇതെല്ലാം കൊടുത്തതാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ മുഴുവൻ ഒരു ടെസ്റ്റ് നടത്തേണ്ടിയിരിക്കുന്നു, എല്ലാവർക്കും എത്ര വൃക്ക വീതം ഉണ്ടെന്നുള്ളത്. ഇത് ഞാൻ വളരെ ഗൗരവമായിട്ട് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഇങ്ങേരി റോഡിൽ കാറിനകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ കാർ അന്ന് ഈ കൂളിംഗ് ഗ്ലാസ് പോലത്തേക്ക് ഇടുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ ആരാ കാറിനകത്ത് ഇരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. റോഡില് വരത്തില്ല, ആശുപത്രി വരത്തില്ല. അപ്പൊ അതിന്റെ വേറെ ഏജന്റുമാരുണ്ട്. അവരാണ് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കറിയത്തില്ലല്ലോ ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റിങ്ങുകളും അവരാണ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇനിയിപ്പം അയാളുടെ പെങ്ങളെ പോലെയല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് അവരുടെ വീട് വരെ പോകണം. വീടല്ല, അവിടെ അങ്ങനെ കോട്ടയത്ത് തന്നെ കൊണ്ടുപോയി. കോട്ടയത്ത് വരാൻ പറഞ്ഞു. കോട്ടയം തിരുനക്കര അമ്പലത്തിന്റെ മൈതാനത്ത് വെച്ച് ഇവരുടെ കുടുംബക്കാരും എന്നെയും കൂടെ നിർത്തി ഫോട്ടോ എടുത്തു. അപ്പൊ ഞങ്ങളെല്ലാം കുടുംബമാണെന്ന് അറിയിക്കാനായിട്ട് ഒരു കുടുംബത്തിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു, ഫാമിലി ഫോട്ടോ. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓപ്പറേഷനൊക്കെ ആയതിന്റെ തലേ ദിവസം നമ്മളെ കൊണ്ട് വൃക്ക വിൽക്കാൻ പാടില്ലല്ലോ, സ്വന്തം മനസ്സാലെ ദാനം ചെയ്യുന്നതായിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ സമ്മതപത്രം അവര് പറയുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതേണ്ടത്. അവരടുക്ക ഇരുന്ന് പറഞ്ഞു തരും, അതേ രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോഴൊന്നും ഈ പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഇല്ല. അപ്പൊ ഞാൻ പൈസയുടെ കാര്യം ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഓപ്പറേഷന് മുമ്പ് എല്ലാവർക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ടെസ്റ്റിങ്ങിന് വരത്തില്ല, അവര് പിന്നെ ആശുപത്രി അഡ്മിറ്റ് ആകത്തില്ല. അപ്പൊ എന്റെ പൈസ പോകത്തില്ലേ. അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഞാൻ പൈസ കയ്യിലോട്ട് ഈ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പിന്നെയും വിചാരിച്ചു അത് മതി. കാരണം നേരത്തെ മേടിച്ചു കഴിഞ്ഞാല് ഞാൻ ആരെ ഏൽപ്പിക്കും പൈസ? ഭർത്താവിനെയല്ലേ ഏൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പൈസ കയ്യിലുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ ഈ ലക്ഷോർ എന്ന് പറയുന്ന ആശുപത്രിയിൽ ഇങ്ങനെ അവയവം നമ്മൾ നൽകുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസേഴ്സ് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കില്ലേ? ഡോക്ടർമാർക്ക് ഇത് അറിയാം. ഡോക്ടർമാർക്ക് അറിയാം. ലക്ഷോർ ഹോസ്പിറ്റൽ, ലക്ഷോർ മാത്രമല്ല കേരളത്തിലെ നിരവധിയായ സ്വകാര്യ ആശുപത്രികളിൽ കൃത്യമായി ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമാണ്. ഈ ലക്ഷറി ഹോസ്പിറ്റലുകളിൽ ഭൂരിഭാഗവും ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമാണ്, പാർട്ട്നേഴ്സാണ്. ഇനിയും പുറത്തു വരാൻ നിരവധി കഥകളുണ്ട്. ഡോക്ടർമാർക്കറിയാം. കാരണം ഞാനൊരു ടെസ്റ്റിങ്ങും കഴിഞ്ഞ് ഡോക്ടർ എന്നെ പരിശോധിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ എൻ്റെ കൃത്യം കാര്യങ്ങൾ ഉടനെ ഏജന്റ് വിളിച്ച് ചോദിക്കും. ഏജന്റ് മീൻസ് ഈ അജി വിളിച്ച് ചോദിക്കും, ചേച്ചി പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഇല്ല, ആ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരീരത്തിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർമാർക്ക് അറിയത്തില്ലേ? അല്ല ചേച്ചി, അത് തീർച്ചയായിട്ടും അറിയാമെന്ന് നമുക്ക് സംശയമൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ അവർ ചോദിച്ച് മനസ്സിലാക്കും എല്ലാ കാര്യങ്ങളും. ആരാണ് നിങ്ങളുടെ, ആർക്കാണ് വൃക്ക നൽകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, നിങ്ങളുടെ സമ്മതത്തോട് കൂടി ചോദിക്കും. ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോർമാലിറ്റി, നാടകത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ അവരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നു. ഡോക്ടർമാരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം അവിടെ എന്നെ പോലെ ഒരുപാട് പേര് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം ഞാനിപ്പം ഈ ഇവിടെ നോർത്തിലൊരു ഹോട്ടലിൽ ഒരു ലോഡ്ജിൽ
ആ അന്നത്തെ ദിവസം ആ ലോഡ്ജിലെ എല്ലാ മുറികളിലും ഇങ്ങനത്തെ ആൾക്കാര്. അത് ശരി. ആ. എത്ര മുറികളുണ്ടാവും അവിടെ? എത്ര മുറി എങ്കിലും ഒരു 10-50 മുറികളും ഉണ്ടാവും. ഉണ്ട്. ഒരു ലോഡ്ജിൽ മുഴുവൻ വൃക്കാമാഫിയയുടെ ഇരകൾ താമസിക്കുന്നു. ഒരു ലോഡ്ജ് മുഴുവൻ എത്ര ഭീതിജനകമാണെന്ന് ഓർക്കണം.